ഈ പാവപ്പെട്ട എന്നെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കേണ്ട ആവശ്യം, ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനത് ചെയ്തില്ല. കാരണം ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കാൻ ഇടയാകരുത്. ശൗല് ചെയ്ത തെറ്റിന് ദൈവം ശിക്ഷ കൊടുത്തു. ശൗലൊരു വാൾ കുത്തിപ്പിടിച്ചിട്ട് അതിൻ്റെ പുറത്ത് വീണ് മരിച്ചു, ദൈവം ശിക്ഷ കൊടുത്തു. പക്ഷെ ഞാനായിട്ട് ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കാൻ ഇടയാകരുത്. നമുക്കറിയാം, മോശ ഒരു കൂശ്യ സ്ത്രീ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ സഹോദരിയായി മിരിയാം മോശയ്ക്കെതിരായിട്ട് സംസാരിച്ചു, അല്ലേ? അവളെന്ത് സംഭവിച്ചു? ഈ മോശ ജീവനോടെ ഇരിക്കാൻ കാരണം അവളാണ്, അല്ലേ? വെള്ളത്തിൽ ഒഴുക്കി വിട്ട മോശ എന്ത് സംഭവിക്കുന്നു നോക്കി അവളുടെ അവസരോചിതമായി ഇടപെട്ടത് കൊണ്ടാണ് മോശ ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. ആ മോശ ഈ കൂശ്യ സ്ത്രീ വിവാഹം ചെയ്തപ്പോൾ അവൾ കുറ്റം പറഞ്ഞു. ന്യായമായ കാര്യമില്ല, സഹോദരിക്ക് ശാസിക്കാനുള്ള ശിക്ഷയില്ല. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് മോശ. ഒരു വാക്ക് പറയുന്നത് പോലും ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പൊ അഹറോൻ പറഞ്ഞു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശയ്ക്ക് ഒരു പരാതിയും തോന്നിയില്ല, കുറ്റം പറഞ്ഞു, ചേച്ചിയല്ലേ എന്ത് പറഞ്ഞാലും. മോശ ഒരു സ്ഥലത്തും സഹോദരിയോട് ദേഷ്യപ്പെട്ടില്ല. അവൾ വിമർശിച്ചു, നീ ചെയ്ത് ശരിയല്ല, ശരിക്കും നാത്തും പോലെ എടുത്തു, അല്ലേ? ഭയങ്കരമായിട്ട് കുശുമുന്നായ്മയൊക്കെ കാണിച്ചു. പക്ഷെ മോശ ഒരക്ഷര സഹോദരിയോട് പറഞ്ഞില്ല. അഹറോൻ പറഞ്ഞു അവൾ കുഷ്ഠരോഗിനെ പ്രാർത്ഥിക്കുക, ഗർഭവലസി പോയ ചാവെള്ള പോലെ. മോശ ഒന്നും പറയാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, അവൾ ഇത്രയും പറഞ്ഞാൽ ഒരാഴ്ച അവൾ തന്നെ അത് കഴിഞ്ഞിട്ട് സൗഖ്യമാക്കാൻ പറഞ്ഞു. അത്രമാത്രം ദൈവത്തിന്റെ അഭിഷിക്തന്റെ മുഖത്തെ ആദരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കർത്താവ് തന്നെ പറയുന്നുണ്ട്, അല്ലേ? വേദപണ്ഡിതന്മാരും ശാസ്ത്രിമാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, അതുകൊണ്ട് അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അനുസരിപ്പിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ നിങ്ങൾ ചെയ്യരുത്. നമുക്ക് മാതൃക യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ നിന്നുകൊണ്ട് അച്ഛൻ വെള്ളം അടിക്കാൻ പറയില്ലല്ലോ, കള്ളു കുടിക്കാൻ പറയുമോ? എല്ലാം നല്ല കാര്യം ചെയ്യാൻ. അവർ പറയുന്നത് നിങ്ങൾ അനുസരിപ്പിൻ, അവരുടെ പ്രവൃത്തി പോലെ, അല്ലേ? അച്ഛൻ അങ്ങനെ നടന്നിട്ടാണോ ഞങ്ങൾ ഉപദേശിക്കുന്നത് നിങ്ങൾ ചോദിക്കണ്ട. അതിനുള്ള ശിക്ഷ ആര് കൊടുത്തോളും? ശൗല് ചെയ്ത തെറ്റിന് ദൈവം ശിക്ഷ കൊടുത്തോളും. പക്ഷേ ആ ദൈവം കൊടുത്തതായ ഒരു നൽവരമാണ് പൗരോഹിത്യം. അഹറോനും മോശയ്ക്ക് വിരോധമായിട്ട് കൂട്ടുകൂട്ടിയ ഒരവസ്ഥ നമുക്കറിയാം. അവര് വിഷമം കൊണ്ടായിരിക്കാം. നമുക്കറിയാം, മനുഷ്യനല്ലേ, ഒരു ദിവസം വഴിയെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് ഇവരിങ്ങനെ നേതാവ് കളിച്ചിങ്ങനെ നടക്കുമല്ലാതെ നമുക്കൊരു കാര്യമില്ലാതെ അവർ ആ വിഷമം കൊണ്ടാണ് അവർ കൂട്ടുകൂടിയത്. പക്ഷേ അവരെല്ലാം അത്രമാത്രം ദൈവം അവരുടെ അഭിഷിക്തന്റെ മുഖത്തെ ആദരിക്കുന്നു, അവരെ ധൂപാർപ്പണത്തെ ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് ധൂപാർപ്പണം അങ്ങോട്ട് ചെന്നാൽ പിന്നെ ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. എത്ര ഇനി ഒന്നും കണ്ണടച്ച് ദൈവം നിന്നാലും ഈ ധൂപാർപ്പണം ചെന്ന് കഴിയുമ്പോൾ ദൈവത്തിനായ പാപങ്ങൾ ക്ഷമിക്കുക. അതിന്റെ തെളിവാണ് അഹറോന്റെ ധൂപവും ഫിനെഹാസിന്റെ വാളും. ഇനി ആരാ ധൂപം അർപ്പിക്കേണ്ടുന്നത്? 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 16 മുതലുള്ള വാക്യം. സമയമായി. 26-ാം അധ്യായം 16 മുതലുള്ള വാക്യം. മാനമായിരിക്കും. ഉസിയാ രാജാവ് ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. ഇസ്രായേലിലെ രാജാവാണ്, സർവ്വ അധികാരങ്ങളുള്ള ആളാണ് ആര്? രാജാവ്. പക്ഷെ ധൂപം അർപ്പിക്കാൻ ആർക്ക് അവകാശമില്ല? ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഈ മദ്ബാഹി കയറ്റുമോ? ഇപ്പൊ കയറ്റുന്നവരും ഉണ്ട്. കയറാൻ പറ്റുമോ? അപ്പോൾ ഉസിയാ രാജാവ് ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ നോക്കിയപ്പോ എല്ലാ അധികാരങ്ങളും ഉണ്ട്, പക്ഷെ ധൂപം അർപ്പിക്കാൻ മാത്രം ആർക്ക് അവകാശമില്ല? രാജാവിന്.
അപ്പം വിചാരിച്ചു ഞാൻ ധൂപം അർപ്പിച്ച എന്താ കുഴപ്പം, ഞാൻ ഇവിടുത്തെ രാജാവല്ലേ. ഉസിയാവ് എന്ത് ചെയ്തു? അവൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസറിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും. രാജാവ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാൻ ആർക്കും ധൈര്യമുണ്ടോ? അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ അവന് നേരെ ജയിലിൽ പോകും. ഇല്ല, പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ച ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, അവരെ പിടിച്ചകത്തിടും. അതിനേക്കാൾ ഇതൊക്കെ ഇന്നുമല്ല, അന്നത്തെ കാലത്ത് ഇതൊക്കെ തന്നെയാണ് സംഭവം. അപ്പോൾ ഇവരോട് കാര്യം പറയാൻ എല്ലാവർക്കും പേടി. പക്ഷെ അസറിയ പുരോഹിതൻ ധൈര്യശാലികളെ എടുത്തു പറയുന്നുണ്ട്. അസറിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ 80 പുരോഹിതന്മാരും. അസറിയ പുരോഹിതൻ ധൈര്യശാലികൾ 80 പുരോഹിതന്മാരും ചെന്നിട്ട് അവനോട് പറഞ്ഞു, ഉസിയാവിനെ തടുത്തു. രാജാവിനെ തടയാൻ ആർക്കാ പറ്റുന്നേ? എന്നിട്ട് അസറിയ പുരോഹിതൻ പറഞ്ഞേ, ഉസിയാവേ, അല്ലയോ രാജാവേ എന്നൊന്നുമല്ല വിളിച്ചത്. എന്താ വിളിച്ചേ? ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്ന നിനക്ക് വിഹിതമല്ല, നിന്റെ പണിയല്ലാതെ. നിനക്ക് ധൂപം കാട്ടാൻ അവകാശമില്ല, അധികാരമില്ല. നീ രാജാവായിരിക്കാം, നീ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ ധൂപം കാട്ടാനായിട്ട് നിനക്ക് അവകാശമില്ല. അതിന് ആർക്ക് അവകാശമുള്ളത്? അഹറോനും അവന്റെ പുത്രന്മാർക്കും മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. യഹോവയുടെ, അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കുകയില്ല. അതിന് കടന്നു പോകാൻ പറഞ്ഞു. ധൂപകലശം എടുത്തുകൊണ്ടിരിക്കുന്ന രാജാവിനെ തടയാൻ ആർക്കാ ധൈര്യമുള്ളത്? കയറി ചെന്നത് ധൈര്യശാലിയായ പുരോഹിതൻ സംസാരിക്കേണ്ടുന്ന സമയത്ത് അതാരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള അധികാരമുണ്ട്. രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണ്, ജീവൻ പോകുമായിരിക്കാം. നമുക്ക് പിന്നീട് അറിയാം, അസീറിയ പുരോഹിതനെയൊക്കെ കൊന്നു കളയുന്നുണ്ട് അവർ. പക്ഷേ ധൈര്യപൂർവ്വം പറഞ്ഞു, ലംഘനമാണ് നീ ചെയ്തത്, നിനക്കതിന് അധികാരമില്ല. അത് അധികാരം ലഭിച്ചത് അഹ്റോന്യരായ പുരോഹിതന്മാർക്ക് അത്ര പോകാൻ പറഞ്ഞു. അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് കൈ നീട്ടി. എന്താ സംഭവിച്ചത്? ധൂപകലശം അവന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. കുഷ്ഠം വന്നാൽ പിന്നെ അവന്റെ വാസം പാളയത്തിന് പുറത്താണ്. അതുകൊണ്ട് ഈ പൗരോഹിത്യ നൽവരം അത് വളഞ്ഞ വഴി കൂടെയൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട്, അല്ലേ? പത്രോസിന്റെ ഇടയ്ക്കല് ആഭിചാരകനായ ശീമോൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കുറെ പണം തരാം, നിങ്ങൾ ഈ നൽവരം എനിക്ക് തരണം. ദൈവത്തിന്റെ നൽവരം ഇന്ന് പണം കൊടുത്ത് പട്ടം മേടിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ഒരു തിരുമേനിമാരും പട്ടം മുടക്കി കൈമുത്ത് മേടിക്കാറില്ല. ഒരു സമ്മാനവും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങാറില്ല. അത് ശീമോന്യ പാപമാണ്. ദൈവത്തിന്റെ നൽവരം പണം കൊടുത്ത് വാങ്ങാനായിട്ട്. പണം കൊടുത്ത് ഇപ്പോ ഒത്തിരി പട്ടം നമ്മുടെ ചുറ്റും നിൽപ്പുണ്ട്. എല്ലാം കൂടി നമ്മളെ അങ്ങ് ഞെരുക്കുവാണ്, അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ ഒറിജിനലിനേക്കാൾ ക്ലാരിറ്റി എന്തിനു കിട്ടും? ഇപ്പൊ ഏങ്ങനെ വന്നതോടുകൂടി ഒറിജിനലിനെ വെല്ലുന്ന ക്ലാരിറ്റി ഇതിനുണ്ടാവും. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഒറിജിനലിന്റെ വില ഒരിക്കലും ഫോട്ടോസ്റ്റാറ്റിന് കിട്ടില്ല. 3 മാലയിടും, ചട്ടിത്തൊപ്പി വയ്ക്കും, അതിൻ്റെ മേളിൽ വേറെ ചുമന്ന വയ്ക്കും. ഇനി അതിലും വില കൂടിയത് ഇടാം, അതിലും വില കൂടി കാറിൽ നടക്കാം. പക്ഷെ ഒരിക്കലും ഈ സ്ഥാനത്തിന്റെ മഹത്വം ഒരു ഫോട്ടോസ്റ്റാറ്റിനും കിട്ടില്ല. നമുക്കിടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് കർത്താവ് നേരിട്ട് നൽവരം കൊടുത്തതായ മാർത്തോമാ ശ്ലീഹ, കർത്താവിൻ്റെ ശിഷ്യൻ തന്നെ വന്ന് സ്ഥാപിച്ചതായ സഭയുടെ ആ പൗരോഹിത്യ പിന്തുടർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തിൽ പല സഭകളില്ലാതായി, ശിഷ്യന്മാർ സ്ഥാപിച്ച സഭകളൊക്കെ ഇല്ലാതെയായി. ഇതിനെ ഞെരുക്കാനായിട്ട് ശ്രമിച്ചത് ഇവിടെയുള്ള ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ മറ്റ് ജാതിക്കാരല്ല, വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളതായ ക്രിസ്ത്യാനികളാണ് ഇപ്പോഴും ഈ സഭയെ. നമ്മുടെ ആളുകൾക്ക് എന്നും കേസും കൂട്ടാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് സത്യം എന്നുള്ളതും ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും നമുക്ക് സാധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേസാണ്, അടിയാണ്, തർക്കമാണ്, ബഹളമാണെന്ന് പറയുന്നത്, നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. സത്യമായ കാര്യത്തെ തിരിച്ചറിയണം. അത് വേദപുസ്തക അടിസ്ഥാനത്തിലും ചരിത്രപരമായ അടിസ്ഥാനത്തിലും കൃത്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. ആ നൽവരമാണ് പൗരോഹിത്യ നൽവരം. അതൊരു പക്ഷേ പുരോഹിതന്മാരുടെ വ്യക്തി ജീവിതത്തിൽ തെറ്റുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും, പാപങ്ങളുണ്ടാവും. പക്ഷേ അതൊന്നും ജനത്തിന് ലഭിക്കുന്ന അനുഗ്രഹത്തിന് തടസ്സമല്ല. ദൈവം അവരെ ശിക്ഷിക്കും. അതിപ്പോ നമുക്കറിയാം, ഈ നേതാക്കന്മാരെ നോക്കി യാത്ര ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഉള്ളത്, അല്ലേ? മോശയെ നോക്കി ഇസ്രായേൽ ജനങ്ങൾ യാത്ര ചെയ്തു. മോശ കൽപ്പന വാങ്ങാൻ സീനായ മലയിൽ കയറിപ്പോയി. അവരെന്ത് ചെയ്തു? 40 ദിവസം കഴിഞ്ഞ് മോശയെ കണ്ടില്ല, കാളക്കുട്ടി ഉണ്ടാക്കി. നമുക്കറിയാം, ഇപ്പം നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ കൂട്ടായ്മകളുണ്ടല്ലേ. ആ നേതാവ് മരിച്ചു കഴിഞ്ഞ് പിന്നെ 4 ഗ്രൂപ്പാവും, അവരുടെ മക്കൾ കഴിഞ്ഞ് വേറെ വരും.
ഇവിടുത്തെ പഴയ സുപ്പീരിയർ മാറിയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വാസം മാറിയോ? ഇനി കാതോലിക്ക ഭാവം മാറിയിട്ട് ആരെങ്കിലും വിശ്വാസം മാറിയിട്ടുണ്ടോ? വികാരി മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വിശ്വാസം മാറിയിട്ടുണ്ടോ? നേതാക്കന്മാരെ നോക്കിയല്ല നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അതാരാണെങ്കിലും അതിനതിൻ്റെതായ ഒരു നൽവരവും ഭംഗിയും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പൗരോഹിത്യം കർത്താവ് കൊടുത്തതാണ്. ലേവ്യ പൗരോഹിത്യം ക്രൂശിൽ അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം സ്ഥാപിച്ചു. എന്നിട്ട് ആ പൗരോഹിത്യം അനുസരിച്ച് ശരീര രക്തങ്ങളെ കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പാകെ നൽകി. ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് കർത്താവ് പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അല്ലേ? നിത്യജീവൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീര രക്തങ്ങൾ അനുഭവിക്കണം. അതെവിടെയാണ് കിട്ടുന്നത്? ഒരു കൂട്ടായ്മ പോയാൽ കിട്ടുമോ? വേറെ ഏതെങ്കിലും സാക്ഷ്യം പറഞ്ഞാൽ കിട്ടുമോ? നിത്യജീവൻ ലഭിക്കണമെങ്കിൽ വേറെ ആരുടെയും വാക്കല്ല, കർത്താവ് പറഞ്ഞതാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കണം. ആ ശരീര രക്തം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞങ്ങൾ എന്തിനു കൂടി വന്നു എന്നാണ് പറയുന്നത്? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞങ്ങൾ അപ്പം നുറുക്കാൻ കൂടി വന്നു. കുർബാന അർപ്പിക്കാനാണ് ശിഷ്യന്മാർ കൂടി വന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, അതുവരെ ശാബത്തായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒരാഴ്ചയുടെ ആദ്യത്തെ ദിവസം ഏതാ? ഞായറാഴ്ചയില്ലേ? ഇത് നമ്മുടെ ഒരാഴ്ച ആരംഭിക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞങ്ങൾ അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ എന്നാ. ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കാനും സാക്ഷ്യം പറയാനും കൂടി വന്നു എന്നല്ല. എന്തിനാണ്? അപ്പം നുറുക്കാൻ, കുർബാന അർപ്പിക്കാനായിട്ട് അവർ കൂടി വന്നു. അതാ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തില്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ഇതെൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി. കുർബാനയെക്കുറിച്ച് ഒരുപാട് സൂചനകൾ ഈ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി. ഈ അപ്പം എടുത്തു എന്നുള്ളതാണ് നമ്മുടെ തെയ്യോകോ ശുശ്രൂഷ. പുരോഹിതൻ അപ്പവീഞ്ഞുകളെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തി എന്ന് പറയുന്നതാണ് ബാറെ കാദേശ് പറഞ്ഞുകൊണ്ട് വാഴ്ത്തുന്നത്. മുറിച്ചു എന്ന് പറയുന്നതാണ് ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ. നിങ്ങൾ അൻപടിയാനൊക്കെ പാടുന്ന സമയത്ത് ഖണ്ഡിപ്പിന് കൊടുത്തു എന്ന് പറയുന്നതാണ് കുർബാന. ഇത്രയേ ഉള്ളൂ കുർബാന. അപ്പം എടുത്തു വാഴ്ത്തി മുറുക്കി കൊടുത്തു. എരിശിലെ എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവൻ അപ്പം എടുത്തു വാഴ്ത്തി മുറുക്കി കൊടുത്തു. അപ്പോൾ അവരെ കണ്ണ് തുറന്നു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോഴും അവൻ അപ്പം എടുത്തു വാഴ്ത്തി മുറുക്കി കൊടുത്തു. കുർബാന സ്ഥാപിച്ചപ്പോഴും അപ്പം എടുത്തു വാഴ്ത്തി മുറുക്കി കൊടുത്തു. വിശുദ്ധ കുർബാനയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാഗം എന്ന് പറയുന്നത്. അത് യേശു തമ്പുരാൻ സ്ഥാപിച്ചതാണ്. ആ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഇത് അപ്പമാണ്, മുറിച്ച് തിന്നോളാൻ പറഞ്ഞു. പിന്നെ പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്, ഈ കർത്താവ് ചെയ്യാത്ത തന്ത്രങ്ങളും കളികളും ഒക്കെ ഒത്തിരി ആളുകൾ ചെയ്യും. കോട്ടയിൽ എങ്ങാണ്ട് കുർബാന അനുഭവിച്ചപ്പോൾ വായിൽ ഇറച്ചി കഷ്ണമായിട്ട് തോന്നിയിരുന്നു. ഈ 12 ശിഷ്യന്മാർക്ക് ആർക്കെങ്കിലും തോന്നി ഇറച്ചിയായിട്ട്? കർത്താവ് വാഴ്ത്തി കൊടുത്തപ്പോൾ ആർക്കെങ്കിലും തോന്നിയോ? എന്തെല്ലാം തന്ത്രങ്ങളാ! അവരത് കെമിക്കൽ ടെസ്റ്റ് നടത്താനായിട്ട് കൊണ്ടുപോയോ? കർത്താവ് പറഞ്ഞു, അപ്പം വാഴ്ത്തിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം കഴിച്ചോളാൻ പറഞ്ഞു. ഇത് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചു, ഇത് അപ്പമാണോ ശരീരമാണോ എന്ന്. കർത്താവ് പറഞ്ഞു, അവരത് വിശ്വാസത്തോടെ അനുഭവിച്ചു. കർത്താവ് പറയുന്നതിനെ ചോദ്യം ചെയ്തിട്ട് പിന്നെ അത് ഇറച്ചിയായിട്ടും ചോരയുടെ രുചിയായിട്ടൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം തട്ടിപ്പുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ഏതെങ്കിലും ഒരു ശിഷ്യന്മാർക്ക് അങ്ങനെ തോന്നി ഇത് ഇറച്ചിയായിട്ടും ചോരയായിട്ടും? അവർക്ക് തോന്നാത്തത് ഇപ്പോൾ തോന്നുന്നത് ശരിയാണ്. കർത്താവ് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ്, അത് അവർ വിശ്വാസത്തോടെ അനുഭവിച്ചു. ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ അനുഭവിക്കണം. ഇത് അനുഭവിച്ചാൽ മാത്രമേ നിത്യജീവനുള്ളൂ. അത് ആദിമ സഭയിൽ മുതൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ കൂടി വന്നത് അപ്പം നുറുക്കാനാണ്, കുർബാന സ്ഥാപിക്കാൻ അവർ കൂടി വന്നത്. അതിന് അധികാരമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈ കുംഭസാരവും പാപമോചനവും അധികാരം ലഭിച്ചിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ പറയണം, എനിക്ക് ട്രാഫിക് നിയന്ത്രിക്കാൻ അറിയാം, നാളെ ഞാനൊരു പോലീസുകാരൻ്റെ യൂണിഫോം ഇട്ടുണ്ട്, ഈ വാകത്താനം ജംഗ്ഷനിൽ നിന്ന് ട്രാഫിക് നിയന്ത്രിച്ചാൽ ഞാൻ പോലീസാവോ? വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞനുസരിക്കും അല്ലേ? പക്ഷെ ഞാൻ പോലീസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് യൂണിഫോം തയ്ക്കാൻ അറിയാം, ഞാൻ തയ്ച്ചിട്ടു, ഞാൻ ഈ വേഷം കെട്ടി ആരും സാധാരണക്കാർ നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ നിൽക്കുന്നു. പക്ഷെ പോലീസ് ആകണമെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് എഴുതി നിയമമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ആ പള്ളിയിലെ അച്ഛനാണ് നിങ്ങൾ എന്തിനെ പിടിച്ചെടുക്കാൻ പോണത്? അവരും അച്ഛന്മാരല്ലേ, അവരും മെത്രാന്മാരല്ലേ, അവരും കാതോലിക്കയല്ലേ, അവരും പാസ്റ്റർമാർ, അവർക്കും അധികാരമില്ലേ? ഇത് കോരഹ് പുത്രന്മാര്
പറഞ്ഞതായ കാര്യമാണ്. അധികാരമുള്ളവർ ആ അധികാരം ദൈവികമായ രീതിയിൽ നേരായ മാർഗത്തിൽ കൂടി ലഭിക്കുന്നതാണ് യഥാർത്ഥ പൗരോഹിത്യം എന്നുള്ളത്. അതുകൊണ്ട് ആ പൗരോഹിത്യത്തെ ദൈവം മാനിക്കുന്നു, ദൈവം ആദരിക്കുന്നു. ആ പുരോഹിത ശുശ്രൂഷ നമുക്കറിയാം. മോശ ഈ യോശുവയൊക്കെ പൗരോഹിത്യ വേഷം അണിഞ്ഞുകൊണ്ട് ദൈവസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ സക്കറിയ പ്രവചനത്തിൽ പറഞ്ഞു. അവന്റെ തലയ്ക്കൊരു മുടി വയ്പ്പീൻ എന്ന് പറയുന്നുണ്ട്. സക്കറിയ പ്രവചനം 3-5 അതിന് തൊട്ടു മുമ്പുള്ള വാക്യങ്ങളെ വായിച്ചു. അതിനു മുമ്പ് അതിന് മുമ്പുള്ള ഒന്നോട്ട് വായിച്ചോ. മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് പറഞ്ഞിപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്ങളിൽ നിന്ന് നീക്കിക്കളയുവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്നവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു. മഹാപുരോഹിതനായ യോശുവ ദൈവസന്നിധി ഇവിടുന്ന് വാങ്ങിപ്പോയിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ജീവിതത്തിൽ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യ സഹജമായിട്ടുണ്ടാകും. ആ കുറ്റത്തെ എടുത്തു കാണിക്കാനായിട്ട് സാത്താൻ ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ നമ്മൾ ചെയ്ത നന്മയും തിന്മയും ഒക്കെ തമ്മിൽ സാത്താനും ദൈവാത്മാവും തമ്മിൽ ഈ വാഗ്വാദം നടക്കും. അങ്ങനെ വാഗ്വാദം നടത്തി കഴിയുമ്പോൾ ആരാ ജയിക്കുന്നത്? നമ്മൾ ഈ ശവടക്കിന് ഈ തൈലം ഒഴിക്കില്ലേ? എന്തിനാ ഈ തൈലം ഒഴിക്കുന്നത്? ഈ കള്ളന്മാര് കക്കാൻ കയറുമ്പോൾ ദേഹത്തെ എണ്ണ വരട്ടും. എന്തിനാ? വഴുതി പോകാനുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥന പറഞ്ഞു, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും സാത്താന്റെ ശക്തിയിൽ നിന്നുള്ള ഈ വിടുതലിനും വേണ്ടിയാണ് ഈ തൈലം. ഇവിടുന്ന് ഈ ആത്മാവ് പോകുമ്പോൾ നമ്മൾ 40 ദിവസം കൊണ്ടാണ് ഇതിന് ഒരുക്കപ്പെട്ടിരിക്കുന്ന വാസസ്ഥലത്ത് എത്തുന്നത്. അതുവരെ ഈ ആത്മാവിന് വേണ്ടി, അതുകൊണ്ടാണ് നമ്മൾ 40 ദിവസം നോമ്പ് നോക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് ധൂപ്രാർത്ഥന നടത്തും കൂടുതലായിട്ട്. ഈ ആത്മാവിന് വേണ്ടി ഇങ്ങനെ സാത്താനും ദൈവദൂതനും തമ്മിൽ നമുക്ക് ഓരോ മാലാഖമാരും നമ്മൾ ചെയ്ത നന്മകളെ കുറിച്ച് പറയും, പിശാച് നമ്മൾ ചെയ്ത, എന്നിട്ട് ഈ ആത്മാവിന് വേണ്ടി വാദപ്രതിവാദം നടത്തും. അങ്ങനെ ഈ യോശുവയുടെ ആത്മാവിനെ അവിടെ ചെന്ന് നിൽക്കുക. അവിടെ ചെന്ന് നിന്നപ്പോഴാണ് അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചത്. ദൈവം പറഞ്ഞു അവനെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി, അവനെ മഹാപുരോഹിതനാണ്, അവനെ വെടിപ്പുള്ളവർ മുടി. അതുപോലെ ഈ മോശയുടെ ആത്മാവിന് വേണ്ടി വാദിക്കുന്നതായിട്ട് ഈ യാത്രയിൽ യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന്. മോശയുടെ ആത്മാവിനെ വരെ പിടിക്കാൻ ആരും നിന്നു? പിശാച് നിന്നു. അപ്പൊ പിന്നെ നമ്മുടെ ആത്മാവിനെ പിടിച്ചാൽ ആരാ കൊണ്ടുപോകുന്നത്? അതുകൊണ്ടാണ് ഈ ലോകത്തിൽ കൂടുതൽ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടി ജീവിക്കണമെന്ന് എപ്പോഴും പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു പോരാട്ട ജീവിതമാണ്, സാധാന്യ ശക്തിയോടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിജയം കൈവരിക്കുവാൻ ഈ കൂദാശകളും കൃപകളും എല്ലാം നിരന്തരമായിട്ട് നമുക്ക് പ്രാപിക്കാനായിട്ട് ഈ പൗരോഹിത്യത്തിൻ്റെ നൽവരങ്ങൾ ദൈവം നൽകിയിട്ടുള്ളത്, അത് ജനത്തിനു വേണ്ടി, ദൈവത്തിനും ജനത്തിനും ഇടയിലുള്ള മധ്യസ്ഥനാണ് ആര്?
പുരോഹിതൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ജനത്തിൻ്റെ അപേക്ഷകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി ജനത്തിനും ദൈവത്തിനും ഇടയിലുള്ളതായ മധ്യസ്ഥനാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് നമ്മളെ ആരാധനയിൽ പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ആരാധന നയിക്കുന്നത്, അല്ലേ? മുമ്പിൽ നിന്നിട്ട് ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇപ്പം ചില സഭയിൽ എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല, അടിയും ബഹളവും നടക്കുകയാണ്. നമ്മൾ കളിയാക്കിക്കൊണ്ട് നടന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ആരാധനയിലെ ഓരോ കാര്യങ്ങളും അത്ര വ്യക്തമായിട്ട്, വളരെ വ്യക്തമായി ക്ലിയറായിട്ട് പിതാക്കന്മാർ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ വേദപുസ്തക പശ്ചാത്തലം എനിക്ക് അറിവുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. ദൈവം ദൈവത്തിനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മളോട് സംസാരിച്ചത്. ആദ്യം തന്നെ പാടിയ പാട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇത് വളരെ ക്ലിയറായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. യേശുക്രിസ്തുവിൽ ലേവ്യ പൗരോഹിത്യവും മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യവും ചേർന്നു എന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ലേവ്യ പൗരോഹിത്യത്തിൻ്റെയും അതുപോലെ മൽക്കീസേദെക്ക് ആരായിരുന്നു എന്നുള്ളത് ലേഖനത്തിനും സങ്കീർത്തനത്തിനും ഉൽപ്പത്തിനും ഒക്കെ തന്നെ പറഞ്ഞു. ഇത് വളരെ ലളിതമായിട്ടായിരുന്നു പറഞ്ഞു തന്നത്. അതിനുള്ള പ്രഭാഷണത്തിനുള്ള കൃത്യമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞുന്ന വേദഭാഗങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ നമ്മൾ വീട്ടിൽ പോയി വായിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ആ പൗരോഹിത്യത്തിൻ്റെ പ്രാർത്ഥനയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞങ്ങൾക്ക് വളരെ ലളിതമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന പ്രഭാഷണത്തിനുള്ള കൃത്യമായ നന്ദി സ്നേഹവും ഏറെയുടെ പേരിൽ എല്ലാവരുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.